നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്, സ്വർണ്ണക്കൊള്ള കടത്ത് എന്ന് പറയുന്നതിനേക്കാളും അപ്പുറമാണ് സ്വർണ്ണക്കൊള്ള എന്ന് പറയപ്പെടുന്നത്. അതിലേക്ക് എത്തപ്പെടുമ്പോൾ നമ്മളിന്ന് സംവദിക്കാനെത്തുന്നത് സാദിഖാണ്. സാദിഖ് സാർ നമസ്കാരം. ഈ പത്മകുമാർ വരെ അകത്തായി കഴിഞ്ഞു. ഇന്നിപ്പോൾ ഈ പത്മകുമാറിനെ കസ്റ്റഡിയിൽ സ്വീകരിക്കാൻ ഒരു അപേക്ഷ നൽകി ഇന്ന് അദ്ദേഹത്തിനെ കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്യും. മാത്രമല്ല ഇതിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന ചില ഭൂകമ്പങ്ങൾ ഉണ്ടാകാൻ പോകുന്നു ഈ പാർട്ടിക്കുള്ളിലും ഈ സർക്കാരിലും. അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇന്ന് ഈ പ്രൊഡക്ഷൻ വാറണ്ടിൽ സ്വാഭാവികമായും അല്ലെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കും. അങ്ങനെ കസ്റ്റഡിയിൽ വിട്ട് കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അദ്ദേഹത്തെ ഒറ്റയ്ക്ക് ഉള്ള ഒരു മൊഴിയെടുപ്പോ ചോദ്യം ചെയ്യലോ ആയിരിക്കില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവരെ വെച്ചിട്ട് ഒരു ടീമായിട്ടുള്ള ചോദ്യം ചെയ്യലായിരിക്കും. അത് മുഖ്യമായിട്ടും അവർക്കറിയേണ്ടുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പത്മകുമാറിന് പരിചയപ്പെടുത്തി കൊടുത്ത വ്യക്തി ആര്. ഇതിനോടകം നമ്മൾക്ക് കിട്ടിയ അറിവുകൾ വെച്ച് നമുക്ക് അങ്ങനെ പറയാൻ കഴിയും. കാരണം SIT കൊടുക്കുന്നതൊന്നും സീൽഡ് കവറിൽ ഹൈക്കോടതി ജഡ്ജിമാർക്ക് കൊടുക്കുന്നതാണ്. എങ്കിലും അത് ഏറെക്കുറെയൊക്കെ നമുക്ക് പുറത്തറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് അന്നത്തെ ദേവസ്വം മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ഒരു കത്ത് അല്ലെങ്കിൽ ഒരു അപേക്ഷ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഒരു രേഖ നൽകിയിട്ടുള്ളത് എന്നാണ്. മറ്റൊന്ന്, ശ്രീ പത്മകുമാർ തന്നെ പറഞ്ഞ ഒരു വാചകം ഇവിടെ വളരെ പ്രസക്തമാണ്. ദൈവതുല്യരായി നാം കരുതുന്ന ചിലരൊക്കെ ഇവർക്ക് വേണ്ടി മുകളിലുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാണ്? അപ്പൊ ഈ ദൈവം എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് പറയുന്നത് എന്നുള്ളത് വെച്ചാൽ ദൈവവിശ്വാസികൾക്ക് ഒറ്റ ദൈവമേ ഉള്ളൂ. പക്ഷെ ആ ദൈവത്തിൽ വിശ്വസിക്കാൻ ഇവരെ പാർട്ടി അനുവദിക്കുന്നില്ല. അതിന്റെ ഏറ്റവും നല്ല തെളിവ് കൊട്ടാരക്കര MLA ഐഷ പോറ്റി ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തതിന് നടപടിയെടുത്ത പാർട്ടിയാണ്. അപ്പോൾ ആ രീതിയിലുള്ള സാങ്കല്പികമായ അല്ലെങ്കിൽ ഷംസീർ പറഞ്ഞ മിത്ത് പോലെയുള്ള ദൈവങ്ങളിൽ വിശ്വാസമില്ല. അപ്പോൾ പിന്നെ ഉള്ളത് പാർട്ടിയിലും ദൈവങ്ങൾ കാണും. ആ പാർട്ടി ദൈവം ആരാണ്? ഇനി ദൈവമല്ലാതെ വല്ല ദേവന്മാരോ ഒക്കെ ഉണ്ടോ എന്നൊക്കെ നമ്മൾക്ക് അറിയേണ്ടതായി വരും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത് ഈ നമ്മളുടെ സിനിമയിലെയൊക്കെ ഇന്റർവെൽ വരെ ഒക്കെ വലിയ പ്രതീക്ഷകളോ ഒന്നും ഇല്ലാതെ പോകും. ഇന്റർവെല്ല് കഴിയുമ്പോഴാണ് ഈ നല്ല ട്വിസ്റ്റ് ഒക്കെ വരുന്നത്. ക്ലൈമാക്സ് ആകുമ്പോൾ പലപ്പോഴും നമ്മൾ ഞെട്ടിപ്പോകും. അപ്പൊ ഇനി ഇവിടെ ഇന്റർവെൽ കഴിഞ്ഞുള്ള ക്ലൈമാക്സ് വരെയുള്ള ഭാഗം ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. ആ സമയത്തായിരിക്കും ഇനി വൻ സ്രാവുകൾ. എന്തായാലും നമ്മൾ ഒരു പ്രാസമൊപ്പിച്ച് പറഞ്ഞാൽ ഈ വിഷയത്തിൽ തന്ത്രി മുതൽ മന്ത്രി വരെ സമാധാനം പറയേണ്ടി വരും. പക്ഷേ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, ഈ വിഷയത്തിലൊന്നും ഇതുവരെ നിലവിലെ തന്ത്രിയോ മുൻ തന്ത്രിയോ ആരും തന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. ആകെ മന്ത്രി, ഇപ്പോഴത്തെ മന്ത്രിയും മുൻ മന്ത്രിയും ഇത് കൈ കഴുകുന്നുണ്ട്. മുൻ മന്ത്രി പറഞ്ഞത്, ഞാൻ ഒരു കടലാസും ഒരു രേഖയും ദേവസ്വം ബോർഡിന് നേരിട്ട് നൽകിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ മറ്റൊന്ന്, ഇതുവരെ നമ്മൾ കണ്ടത് എന്താ? പാർട്ടി സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ പറയുന്നത് കുറ്റാരോപിതൻ മാത്രമല്ലേ. കുറ്റാരോപിതൻ എന്ന് പറയുമ്പോൾ കുറ്റപ്പെടുത്താനോ പാർട്ടിക്ക് നടപടിയെടുക്കാനോ പറ്റുമോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഇതുവരെ നമ്മൾ ഇതിന്റെ തുടക്കം തൊട്ട് നമ്മൾ കേൾക്കുന്നത് എന്താ? ആഗോള അയ്യപ്പ സംഗമത്തെ തകർക്കാൻ വേണ്ടി കോൺഗ്രസും പ്രതിപക്ഷവും മാധ്യമങ്ങളുമൊക്കെ തിരക്കഥ എഴുതി CPM-നെയും LDF ഗവൺമെന്റിനെയും നാറ്റിക്കാനാണ് പോകുന്നത്. കോൺഗ്രസിന്റെ നേതാക്കന്മാർ, മുൻ ദേവസ്വം പ്രസിഡന്റുമാർ ഉൾപ്പെടെ നിരയായി ജയിലിൽ കയറുമെന്നാണ് ആദ്യം പറഞ്ഞത്. പക്ഷെ ഇപ്പം കയറിക്കൊണ്ടിരിക്കുന്നത് CPM-ന്റെ നേതാക്കന്മാരാണ്. ഇനി കുറെ നാളൂടെ കഴിഞ്ഞാൽ മിക്കവാറും ഈ CPM-ന്റെ മീറ്റിങ്ങുകളൊക്കെ ഇവരെ എല്ലാവരെയും കൂടെ ഒറ്റ ജയിലിലാണ് പാർപ്പിക്കുന്നതെങ്കിൽ അവിടെ തന്നെ സ്ഥിരം എല്ലാ കമ്മിറ്റിയും അവിടെ വെച്ച് കൂടാവുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അവിടെ ഞാൻ കാണുന്നത് ഇതെല്ലാം അയ്യപ്പന്റെ ശക്തിയാണ്. ഈ വിഷയം പുറത്ത് വരുന്നത് തന്നെ എങ്ങനെയാണ്? നമ്മളുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു കടലാസ് കൊടുക്കുകയാണ്,
ദ്വാരപാലക ശില്പങ്ങൾ താങ്ങി നിർത്തുന്ന പീഠങ്ങളിൽ ഒരെണ്ണം കാണാനില്ല. അപ്പോൾ അത് അന്വേഷിക്കാൻ തുടങ്ങിയപ്പോഴാണല്ലോ ഇത് മുഴുവൻ പുറത്തു വന്നത്. ഇപ്പൊ നമ്മൾ പണ്ടത്തെ ഒരു സിനിമയിൽ കണ്ട ഒരു രംഗം ഓർമ്മ വരുന്നുണ്ട്. ഈ കന്നാസും കടലാസും കയറി ഒളിച്ചിരിക്കും. പോലീസ് അന്വേഷിക്കാൻ വരുമ്പോൾ ശങ്കരാടി പറയും, അയ്യേ ഇവിടെ കള്ളന്മാരെ ഒന്നും ഒളിപ്പിച്ചിട്ടില്ല, 2 കൊല പഠിപ്പിക്കാൻ ഇവിടെ വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ സാർ അതും കൂടെ കയറി ഒന്ന് പരിശോധിക്കാൻ പറഞ്ഞ് അത് പരിശോധിക്കുമ്പോൾ കള്ളന്മാരെ പിടിച്ചതുപോലെയായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ കത്ത്. ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് യഥാർത്ഥ കളവിന്റെ മുഖ്യ ആള് എന്നുള്ളത് ഇപ്പൊ പുറത്തു വന്നില്ലേ. അപ്പൊ വാസുവിനെ പോലൊരു നല്ല മനുഷ്യനില്ല എന്ന് മന്ത്രി പറഞ്ഞത് എന്താണ്? മുൻ മന്ത്രിയൊക്കെ പറഞ്ഞത് അല്ല, ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ വാസുവിന്റെ കാര്യത്തിലുള്ള തീരുമാനം എന്ന് പറഞ്ഞാൽ വാസുവിനെ ഇവര് പാർട്ടിക്കാരനായിട്ട് അംഗീകരിക്കുന്നില്ല എം പി ഗോവിന്ദൻ. പക്ഷേ കുളനട പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് 10 വർഷം പ്രവർത്തിച്ച ആളാണ് ഈ വാസു. അതിനുശേഷമാണ് ഈ പറയുന്ന ജുഡീഷ്യറിയായിട്ട് ബന്ധപ്പെട്ട് വരുന്നതും ബാക്കിയുള്ള തസ്തികകളിലേക്കൊക്കെ എത്തുന്നതും ഈ പാർട്ടിയുടെ പിൻബലത്തോടു കൂടിയും പാർട്ടിയുടെ അറിവോടും സമ്മതത്തോടും പിണറായി വിജയന്റെ അനുഗ്രഹത്തോടും കൂടിയാണ്. എന്നിട്ടും എം പി ഗോവിന്ദൻ എന്തുകൊണ്ടാണ് വാസുവിനെ മാറ്റി നിർത്തി? പത്മകുമാറിനെ പാർട്ടി ഏൽപ്പിച്ച ഒരു സംവിധാനമായിരുന്നു പ്രസിഡന്റ് പദവി. പക്ഷെ അത് ദുരുപയോഗം ചെയ്തു എന്ന് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ വാസുവിനെ അപ്പോഴും രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് വാസുവും പത്മകുമാറിന് പാർട്ടി എന്തായിരുന്നാലും നിലപാടുകളിലോ നടപടികളോ എടുത്ത് മുന്നോട്ട് പോകുന്നില്ല, അച്ചടക്ക നടപടി സ്വീകരിക്കുന്നില്ല. വാസുവിനെ രക്ഷപ്പെടുത്തുവാനും ശ്രമിക്കുന്നത്. ഇതിൽ രണ്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒന്ന്, വാസുവിനെയും അതേസമയം തന്നെ പാർട്ടി നടപടി എടുക്കാതെ പത്മകുമാറിനെ രക്ഷിക്കുന്ന ഒരു സമീപനമാണ് CPM സ്വീകരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, കടകംപള്ളി അടുത്ത് ഒരിക്കൽ ചോദിച്ചപ്പോൾ കടകംപള്ളി വളരെ ദേഷ്യപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞ ഒരു ദിവസം മാധ്യമങ്ങളോട് സംസാരിച്ചത് പോലും. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് കടകംപള്ളിയാണെന്നും, അല്ലെങ്കിൽ അതിന് മുകളിലോട്ട് മറ്റാരെങ്കിലും ഉണ്ടെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണെങ്കിൽ കൂടി ഇവരെയൊക്കെ രക്ഷപ്പെടുത്തിയെടുക്കുവാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമാണോ ഇതെന്ന് നമുക്ക് ചിലപ്പോൾ സംശയം തോന്നുന്നുണ്ട് പൊതുസമൂഹത്തിന്. അതിന് എത്രത്തോളം വില കൽപ്പിക്കാൻ പറ്റും ഈ ഇവരുടെ ഈ ഒരു അഭിപ്രായ പ്രകടനങ്ങളുടെ, ഈ ഗോവിന്ദന്റെയും ഒപ്പം തന്നെ പത്മകുമാറിന്റെയും? അതായത് CPM-ലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും എല്ലാവരും തുല്യരാണ് എന്നൊക്കെയാണ് വൈപ്പ്. അത് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന ആന്റൺ ചെക്കോവിന്റെ പഴയ ഒരു വാക്യമാണ്, ആൾ ആർ ഈക്വൽ ബട്ട് സം ആർ മോർ ഈക്വൽ. അപ്പൊ ഈ CPM-ന് ഈ ഒരു പട്ടികയിൽ അല്ലെങ്കിൽ ഈ ഒരു ഹൈറാർക്കിയിൽ അവർക്ക് രക്ഷിക്കേണ്ടത് വാസു മുതൽ താഴോട്ടുള്ളവരെ അവർ തടയും. കാരണം വാസുവിനെ ഇവർ മറ്റൊരു രീതിയിൽ തടയാൻ അവർക്കൊരു കാരണവും കൂടി പറയാം. മുൻ ദേവസ്വം കമ്മീഷണർ പത്മകുമാർ മുൻ ദേവസ്വം കമ്മീഷണർ അല്ല. ദേവസ്വം കമ്മീഷണറായിരിക്കുന്ന ആളിനെ ഉദ്യോഗസ്ഥരുടെ പട്ടികയിൽ അങ്ങ് ഉൾപ്പെടുത്താം. അപ്പോൾ സഹായിയായി വന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി മുതൽ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള 3 ഉദ്യോഗസ്ഥരും, അതേപോലെ വാസു എന്ന ആളും മുൻ 2 പട്ടികയിലും അദ്ദേഹം പെടും. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ലിസ്റ്റിലും വരും, ദേവസ്വം കമ്മീഷണറിലും വരും. അങ്ങനെ അദ്ദേഹത്തിനെ വരെ ഈ പ്രതിയാക്കിക്കൊണ്ട് മുൻ MLA, പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ പത്മകുമാർ, ഇനി വീണ്ടും അതിന്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മന്ത്രി, അവരെയൊക്കെ രക്ഷിക്കുക എന്നുള്ളതാണ്. അതായത് പാർട്ടിക്ക് കൂടുതൽ പരുക്ക് പറ്റാത്ത രീതിയിൽ ഉന്നതരെ രക്ഷിച്ച്, അത് പണ്ടും അങ്ങനെയാണല്ലോ. ഇപ്പൊ TP ചന്ദ്രശേഖരന്റെ കൊലപാതകം മുതലാണല്ലോ ആ പഴയ ശൈലി മാറിയത്. അതായത് ആരെങ്കിലും 4 പേരെ ഞങ്ങളാണ് പ്രതികളെന്ന് പറഞ്ഞ് അവര് തന്നെ കുറ്റസമ്മതിക്കും. കോടതി വരുമ്പോൾ ഇവരാരും ആ പ്രദേശത്തോ ആ സ്ഥലത്തോ ഒന്നും തന്നെ അന്ന് കാണത്തുമില്ല. അവരും രക്ഷപ്പെടും, പാർട്ടിയും രക്ഷപ്പെടും, എല്ലാവരും രക്ഷപ്പെടും. ഇത് ഇങ്ങനെ ആവർത്തിച്ചു വന്നത് ഈ സ്വർണം അടിച്ചു മാറ്റുന്നിടത്തും നടപ്പിലാക്കാമെന്ന് കരുതി. പക്ഷേ അയ്യപ്പൻ ഇടപെട്ടു. അതുകൊണ്ടാണ് ആ 2 ജഡ്ജിമാര്, അവരെ നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതി വരികയില്ല. അവര് ഈ റിപ്പോർട്ടുകളെല്ലാം സീൽ ചെയ്ത് നേരിട്ടങ്ങ് അവിടെ കൊടുക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതൊന്നും പുറത്തു പോകാതെ ഈ അറസ്റ്റുകളെല്ലാം കോടതിയുടെ ജഡ്ജിമാരുടെ അനുവാദത്തോടു കൂടിയല്ലേ. വീണ്ടും മറ്റൊന്ന് പറയുന്ന, ഈ കുറ്റാരോപിതൻ മാത്രമാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. ഇന്നലെ MP ഗോവിന്ദനൊക്കെ പറഞ്ഞത്, പത്തനംതിട്ടയിൽ ഇത്രയും ഗുരുതരമായ വിഷയം വന്നിട്ട് ആ ജില്ലാ നേതൃയോഗവും ജില്ലാ സെക്രട്ടേറിയറ്റും ഒന്നും പത്മകുമാറിന്റെ വിഷയം ചർച്ച ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? ചർച്ച ചെയ്തു. പക്ഷെ അവിടെ എടുത്ത നിലപാട് എന്താ? പത്മകുമാറിനെ തള്ളുകയും വേണ്ട, പത്മകുമാറിനെ കൊള്ളുകയും വേണ്ട. ഈ സ്ത്രീ പുരുഷൻ എന്നുള്ളതിനകത്ത് സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ അല്ലെങ്കിൽ ഇത് രണ്ടും അല്ലാത്തൊരു വിഭാഗമുണ്ട്, ട്രാൻസ്ജെൻഡർ. രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടുകളിലും ഇങ്ങനെ ട്രാൻസ്ജെൻഡർ നിലപാടുണ്ടോ? അതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ
ഒന്നുകിൽ പറയണം അദ്ദേഹം പൂർണ്ണമായും കുറ്റവിമുക്തനാണ്, അല്ലെങ്കിൽ പറയണം അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ. ഇനി ഇപ്പോൾ ഇത്രയും പറയും. കുറ്റവാളിയാണെന്ന് കണ്ടെത്തി ജയിലിലടച്ച് ചന്ദ്രശേഖരൻ വധക്കേസിലെ കുഞ്ഞനന്തൻ മരിച്ചപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ശൈല ടീച്ചർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ എന്താ? ഇതുപോലെ ഒരു മാടപ്രാവ്, കുഞ്ഞനന്തനെ പോലെ ഒരു മാടപ്രാവ് ഈ ലോകത്ത് കാണുകയില്ല എന്ന്. അപ്പോൾ കുറ്റം ആരോപിക്കുമ്പോൾ ഒരു ന്യായീകരണം, അറസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ന്യായീകരണം, ജയിലിൽ പോകുമ്പോൾ ഒരു ന്യായീകരണം, മരിക്കുമ്പോൾ ഒരു ന്യായീകരണം. എങ്ങനെ വന്നാലും ഞങ്ങൾക്ക് താല്പര്യമുള്ളവരുടെ പുറത്ത് പരിക്ക് പറ്റിയാൽ ഞങ്ങൾക്കൊരു ന്യായീകരണം. ശരിയാണ്. മറുവശത്ത് ഒരു വെള്ളക്കടലാസിൽ രണ്ടുപേരും ഒരു സ്ത്രീ എഴുതി കൊടുത്തപ്പോഴാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കുറ്റവാളിയായിട്ട് അങ്ങ് പ്രഖ്യാപിക്കുക. ഇതാണോ വൈരുദ്ധ്യാത്മക ഭൗതികവാദം? ശരിയായിരിക്കാം. പക്ഷെ ഇന്നത്തെ അത് CPM ഒരു നയവും തന്ത്രവും ഒക്കെയാണ്. അത് ഇല്ലാന്ന് പറയുന്നില്ല, ഒരു രാഷ്ട്രീയ തന്ത്രം അതിനകത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഇവിടെ ഈ ഇന്നത്തെ ഒരു അവസ്ഥയിൽ ഈ കടകംപള്ളിയെ ഇതിനകത്ത് മുഖ്യ മന്ത്രി ആണ്, അല്ലെങ്കിൽ ഇതിനകത്തുള്ള ഒരു മുഖ്യ ഘടകം എന്ന് പറയപ്പെടുന്ന കടകംപള്ളിയാണ് എന്നുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടും ഈ ഇന്നത്തെ മൊഴി, പത്മകുമാറിന്റെ മൊഴി ഇന്നെടുത്തു കഴിഞ്ഞാൽ കടകംപള്ളി അകത്താവോ? അത് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ അവിടെ മൊഴി കൊടുത്തെങ്കിലും ഇനി ഉള്ള തുടരന്വേഷണങ്ങളിൽ ഈ കൂറുമാറുക, മൊഴി മാറ്റി പറയുക എന്നൊക്കെ പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ ചെയ്താൽ ഏത് രീതിയിലാകുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ വെറും മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ലല്ലോ ഇന്ത്യൻ ശിക്ഷാ നിയമം മുന്നോട്ട് പോകുന്നത്. തെളിവുകളില്ലേ? ഇപ്പോ പഴയ 2 ദേവസ്വം അംഗങ്ങൾ KP ശങ്കരദാസും വിജയകുമാർ, ആ 2 അംഗങ്ങൾ പറഞ്ഞ എന്താ? ഈ കാര്യം ദേവസ്വം ബോർഡ് ചർച്ച ചെയ്തിട്ടില്ല. ഈ വിഷയം ബോർഡിന്റെ മീറ്റിംഗിൽ വന്നപ്പോൾ അത് പിന്നീട് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് പിരിയുകയാണ് ചെയ്തത്. പക്ഷെ പിന്നീട് മിനിറ്റ്സിനകത്ത് ഇത് അഴിച്ച് മാറ്റി സ്വർണം പൂശാനായി ഉത്തരവ് ഇട്ടിരിക്കുന്നു. അവിടെ സ്വർണം പൊതിഞ്ഞ എന്നുള്ള ഭാഗത്ത് ശ്രീ പത്മകുമാർ തന്നെ ചെമ്പ് എന്ന് തിരുത്തി എഴുതിയെന്നല്ലേ? അപ്പൊ അതൊക്കെ രേഖകളല്ലേ? അതേപോലെ ഇനി ഇതിന് മുകളിലോട്ടുള്ളവര് ഇടപെട്ടതിന്റെ രേഖകൾ ഇപ്പോ മന്ത്രി അല്ല, ഇന്നിപ്പോ പത്മകുമാർ ആ മൊഴി പറയുകയാണെങ്കിൽ കടകംപള്ളിക്ക് ഇതിനകത്ത് പങ്കുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുമ്പോൾ എന്തായിരുന്നാലും SIT, പക്ഷെ ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്യേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നത്. ഇദ്ദേഹത്തിന് അറിയാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കടകംപള്ളിക്ക് അറിയാതെ ഈ ദേവസ്വം വകുപ്പിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. അത് തന്നെയാണല്ലോ പറഞ്ഞത്. കാരണം ഇവിടെ പാർട്ടിയുടെ നോമിനിയാണ് പത്മകുമാർ എന്ന് MP ഗോവിന്ദൻ തന്നെ സമ്മതിച്ച സാഹചര്യത്തിൽ പാർട്ടിയുമായിട്ട് എന്തായിരുന്നാലും ഇത്തരത്തിലുള്ള ബന്ധങ്ങളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒരു ചർച്ച, അല്ലെങ്കിൽ അതിന്റെ വകുപ്പ് മന്ത്രിയോടെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിക്കുമല്ലോ. തീർച്ചയായും. കടകംപള്ളി ദേഷ്യപ്പെടുന്നതിലൊന്നും കാര്യമില്ല. ഇങ്ങനെ പ്രകോപിതനായിട്ടും പ്രതിഷേധിച്ചും ഒക്കെ മാധ്യമപ്രവർത്തകരോട് ഇങ്ങനെ കയർത്ത് സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല. സ്വർണത്തിന്റെ പങ്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അകത്ത് കടന്നേ പറ്റൂ അല്ലേ? തീർച്ചയായിട്ടും. ഇവര് ഈ ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കും എന്ന് പലപ്പോഴായിട്ട് പറയുന്നല്ലോ. ഈ ഉപ്പ് തിന്നാല് ഉടനെ വെള്ളം കുടിക്കില്ല, സ്വല്പം കഴിയും. അപ്പൊ അതാണ് ഈ ഇത്തിരി സമയം എടുത്തത് വഴിയാണ് ഇത്രയും നാള് പിടിച്ചിരുന്നത്. ഇനി അത് പറ്റില്ല എന്ന് മാത്രമല്ല, ഇതുവരെ നമ്മൾ കണ്ടത് എന്താ? പത്മകുമാറിനെ തന്നെ 11 മണിക്ക് ചോദ്യം ചെയ്യാൻ നമ്മളുടെ പോലീസ് ആസ്ഥാനത്ത് വന്നിട്ട് 5 മണിയായപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റാണ്. അതായത് മൊഴി കിട്ടിക്കഴിഞ്ഞാൽ, രേഖകൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ വെച്ച് താമസം ഒന്നുമില്ല. പിന്നെ ഈ മന്ത്രിയിലേക്ക് പോകുമ്പോൾ പരമാവധി മന്ത്രിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി മൊഴി നൽകിയ ആളിന്റെ മൊഴി മാറ്റിക്കാനായിട്ടുള്ള ശ്രമം നടക്കും. പക്ഷെ അതിന് അദ്ദേഹം നിന്നു കൊടുക്കും എന്ന് നമ്മൾക്ക് തോന്നുന്നില്ല. എന്ന് മാത്രമല്ല, ഈ മറ്റൊരു കാര്യം ഇതിനായിട്ട് കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത്, മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ എന്ന മന്ത്രിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തിയെന്ന് ശ്രീ പത്മകുമാർ പറഞ്ഞു. അത് രേഖയുണ്ടെന്നുമാണ് പറഞ്ഞത്. അത് ചിലപ്പോൾ ഈ സാധാരണ ശുപാർശ കത്ത് കൊടുക്കും. ഈ വരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ്, അദ്ദേഹം പറയുന്ന കാര്യം നടത്തി കൊടുക്കണമെന്ന് മാത്രം പറഞ്ഞ് 2 വരി എഴുതി ഒപ്പിട്ടങ്ങ് കൊടുക്കും. അപ്പോൾ അത് ആരുടെ കിട്ടി? ശ്രീ പത്മകുമാറിന്റെ കിട്ടി. എന്നിട്ട് പത്മകുമാർ എന്ത് പറയും? ഉണ്ണികൃഷ്ണൻ പോറ്റി എടുക്കുക, നിങ്ങൾ ഇതൊരു അപേക്ഷ എഴുതി ആ ദേവസ്വം സെക്രട്ടറിയുടെ കൊടുത്തേക്കാൻ പറയും. അപ്പം ദേവസ്വം സെക്രട്ടറിയുടെ കിട്ടുന്ന കടലാസ് ഏതാ? ഇത് ഞാൻ സ്പോൺസറായി സ്വർണം പൂശുന്നതിന് അനുമതി നൽകണം. അപ്പം മറ്റേ മന്ത്രി കൊടുത്ത കത്ത് ആ ഫയലിൽ വന്നോ? വന്നില്ല. പക്ഷേ പത്മകുമാറിന്റെ കാണും, ഇല്ലെങ്കിൽ അദ്ദേഹം ഓഫീസിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള കണക്കുകളും വിവരങ്ങളും തെളിവുകളും എല്ലാം പത്മകുമാറിന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രൻ എന്തായാലും കുരുക്കാവും. അതെ, ഈ പത്മകുമാറിന്റെ മൊഴിയിൽ കടകംപള്ളി അകത്താകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശരി.